പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എയർ പബ്ലിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു, ഭാസ്കരൻ മാഷ്. അദ്ദേഹത്തിൻ്റെ പേര് ഭാസ്കരൻ മാഷ്. വളരെ തമാശക്കാരനായിരുന്നു, വളരെ രസികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക ദിവസങ്ങളിലും അദ്ദേഹം ഓരോ കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അദ്ദേഹം പറയുന്ന കഥകളൊക്കെ വളരെ രസകരമായ കഥകളായിരിക്കും, കുട്ടികൾ ഓർത്തോർത്ത് ചിരിക്കുന്ന കഥകളായിരിക്കും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞ കഥ ഞാനിപ്പോഴും ആലോചിച്ച് എനിക്ക് ചിരി വരാറുണ്ട്. അപ്പോൾ ആ കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആ കഥ ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു ജോലി ആവശ്യാർത്ഥം ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ കുറേ ആളുകൾ ഒരു മെഷീൻ്റെ വട്ടം ചുറ്റി നിൽക്കുന്നത് കണ്ടു. അങ്ങനെ അദ്ദേഹം പോയി എത്തി നോക്കിയപ്പോൾ അതൊരു വെയിറ്റ് നോക്കുന്ന മെഷീനാണിത്. അപ്പോൾ അതിൽ ആളുകൾ കയറിയിട്ട് അതിൽ നിന്നൊരു കാർഡ് വരുന്നുണ്ട്. അതിൽ കാർഡിൽ കുറിച്ചിട്ടുള്ളത് 60 കിലോ 70 കിലോ ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ചാണ് അതിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെ ഇദ്ദേഹം ആ മെഷീനിൽ കയറി നിൽക്കുകയാണ്. അങ്ങനെ ₹1 നാണയം ഇട്ടു. ഇദ്ദേഹത്തിനും കിട്ടിയൊരു കാർഡ്. വളരെ ആകാംക്ഷയോടുകൂടി അദ്ദേഹം ആ കാർഡിലേക്ക് നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് വെയിറ്റല്ല. അതിൽ എഴുതിയിരിക്കുന്നത് ഒരു സമയം 1-ൽ കൂടുതൽ ആളുകൾ മെഷീനിൽ കയറാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ഓവർ വെയിറ്റാണ്, അമിതവണ്ണമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ മെഷീൻ കരുതി കാണും ഇത് 1-ൽ കൂടുതൽ ആളുകളാണ് കയറിയിരിക്കുന്നത് എന്ന് മെഷീൻ കരുതി കാണും. അതാണ് അങ്ങനെ പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത് എന്ന് ആണ് കരുതുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഈ കാർഡ് കണ്ട ഉടനെ വളരെ വിഷമമായി. ഞങ്ങൾ എന്തായാലും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഇദ്ദേഹം പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു, പലതരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു നോക്കി. ഒന്നും നടക്കുന്നില്ല, വെയിറ്റ് കുറയുന്ന പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് അമേരിക്കയ്ക്ക് പോകാനൊരു അവസരം കിട്ടി. അങ്ങനെ അദ്ദേഹം അമേരിക്കയ്ക്ക് പോവുകയാണ്. അമേരിക്കയിൽ ചെന്ന് അദ്ദേഹം അവിടെയുള്ള മാർക്കറ്റിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലൊരു ബോർഡ് വിട്ടു. ഇവിടെ അമിതവണ്ണം കുറയ്ക്കപ്പെടുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ് തരപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട്, അമിതവണ്ണം കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അങ്ങനെ ഇദ്ദേഹം അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ 2 രീതിയിലാണുള്ളത്. സാധാരണ ട്രീറ്റ്മെൻറ്റിന് $50 സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റിന് $250 പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ആലോചിച്ചു, എന്തായാലും സാധാരണ ട്രീറ്റ്മെൻറ്റ് മതി എനിക്ക്. അങ്ങനെ അദ്ദേഹം ഒരു സാധാരണ ട്രീറ്റ്മെൻറ്റിനുള്ള ഡോളറൊക്കെ അടച്ച് അങ്ങനെ അതിനുള്ള പെർമിഷൻ വാങ്ങി. അപ്പോൾ അവിടെ ആ എൻക്വയറിയിലിരിക്കുന്ന സ്ത്രീ ഒരു ദൂരേക്ക് കുറച്ച് അകലെയുള്ളൊരു ഒരു ഹോള് പോലത്തെ ഒരു റൂം കാണിച്ചു. നിങ്ങൾ ആ റൂമിലേക്ക് പോകുമെന്ന് പറയുകയാണ്. അങ്ങനെ ഇദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി, വെയിറ്റ് കുറയ്ക്കാൻ പോവുകയാണല്ലോ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് എടുക്കാൻ പോകുന്നത്. അത് അമേരിക്ക ആണല്ലോ, അപ്പോൾ എന്തായാലും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നല്ല ട്രീറ്റ്മെൻ്റ് ആയിരിക്കും, നമ്മുടെ ശരീര വെയിറ്റ് കുറയും എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇദ്ദേഹം ആ ഹോളിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കതവ് തുറന്ന് ഹോളിൽ കയറി നോക്കുമ്പോൾ വലിയൊരു ഹോള്. ആ ഹോളിനകത്ത് ഒരുപാട് ഫർണിച്ചറുകളിലൊക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ മുക്കിലും മൂലയിലും ഒക്കെ ആയിട്ട് കിടക്കുന്നു. അതായത് ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു റൂം. അങ്ങനെ ഒരു മൂലയിൽ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി നിൽക്കുന്നു. ഒരു 16-17 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. കുറച്ച് ഡ്രസ്സൊക്കെ കുറവാണ്, അമേരിക്ക ആണല്ലോ, അപ്പോൾ ഫുള്ള് ഡ്രസ്സൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ പെൺകുട്ടിയെ കാണുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഈ കുട്ടിയായിരിക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്ന് കരുതി ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഈ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. കുട്ടി ഇദ്ദേഹത്തിന് പിടികൊടുക്കാതെ ആ റൂമിന് ചുറ്റും, അതിനുള്ളിൽ ചുറ്റും ഇങ്ങനെ ഓടുകയാണ്. അത് ഇദ്ദേഹത്തിന് ആകാംക്ഷയായി, എങ്ങനെയും ഈ കുട്ടിയെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഓടാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 15-20 മിനിറ്റ് സമയം ഓടിക്കാണും. അങ്ങനെ ഇദ്ദേഹം വിയർത്തിങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ആ കതക് തുറന്ന് റിസപ്ഷനിലുണ്ടായിരുന്ന ആ സ്ത്രീ വന്ന് പറയുകയാണ്, നിങ്ങളുടെ സമയം കഴിഞ്ഞു, ഇന്നത്തെ സമയം കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾ ഒരു 10 ദിവസം തുടർന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കുറയുമെന്ന് പറയുകയാണ്. ഓക്കെ എന്ന് പറഞ്ഞത് അദ്ദേഹം പോന്നു. അങ്ങനെ അദ്ദേഹം പോന്നു. വീണ്ടും അദ്ദേഹത്തിന് ഒരു മനസ്സിലൊരു ആശ ഉദിച്ചു. സാധാരണ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയുണ്ടാവും? അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ റിസപ്ഷൻ ചോദിച്ചു, എന്താ
പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എനിക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൂടെ എടുത്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ $250 കെട്ടിക്കോ, സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഉടനെ തരാമെന്ന് പറയണം. അങ്ങനെ വീണ്ടും ഇദ്ദേഹം $250 കെട്ടി വേറൊരു റൂം കാണിച്ചു, ഇതുപോലെ തന്നെ ഒരു ഹോള്. ആ റൂമിലേക്ക് പോകുമെന്ന് പറയുകയാണ്. അതിന് ഇദ്ദേഹം വളരെ ആകാംക്ഷയോടുകൂടി, അപ്പോൾ ഇദ്ദേഹം മനസ്സിൽ കരുതിയത് സാധാരണ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നെങ്കിൽ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഇതുകൂടെ നല്ലതായിരിക്കും, ഇതിലും പ്രായം കുറഞ്ഞ പെൺകുട്ടിയായിരിക്കും അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ആകാംക്ഷയോടുകൂടി വളരെ ആശയോടുകൂടി അദ്ദേഹം ആ റൂം തുറന്നു ഉള്ളിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോഴും ആദ്യം കണ്ട ആ റൂമിലുണ്ടായിരുന്ന പോലെ തന്നെ ഫർണിച്ചറുകളൊക്കെ അവിടെയൊക്കെ മുക്കിലും മൂലയിലൊക്കെ ആയിട്ട് കിടക്കുന്നു, അടുക്കിച്ചിട്ടാലേ കിടക്കുന്നു. അങ്ങനെ ഒരു മൂലയിലായിട്ട് ഒരു 90 വയസ്സുള്ള ഒരു കിളവിയാണ് അവിടെ നിൽക്കുന്നത്. ഈ കിളവിയെ കണ്ടുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരുമാതിരിയായി. അങ്ങനെ ഇദ്ദേഹം റൂമിലേക്ക് കയറി കൊണ്ട് തന്നെ റൂം പുറത്തു നിന്നും അടച്ചു ആ സ്ത്രീ, റിസപ്ഷൻസ്. അങ്ങനെ ഈ സ്ത്രീ ഇദ്ദേഹത്തെ പിടിക്കുന്നതിന് വേണ്ടി ഓടാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ റൂം വിട്ട് പുറത്തു വന്നാൽ മതി എന്നുള്ള ചിന്തയായി. അങ്ങനെ ആ സ്ത്രീക്ക് പിടികൊടുക്കാതെ ഇയാൾ പരമാവധി ശക്തിയെല്ലാം എടുത്ത് ഓടുകയാണ്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഓടി കാണും. വീണ്ടും റിസപ്ഷനിസ്റ്റ് വന്നു ഡോറ് തുറന്നു, ഇന്നത്തെ നിങ്ങളുടെ സമയം കഴിഞ്ഞു, ഇതുപോലെ നിങ്ങൾ 3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരഭാരം കുറയും എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാഷ് പറഞ്ഞ കഥ. അപ്പോൾ ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്